ഹലോ, ഇത് ചൂര മീനാണ് കേട്ടോ. വേറെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എനിക്കറിയത്തില്ല. അപ്പം ഏട്ടൻ പോകുന്നതിൻ്റെ തലേന്ന് ഏട്ടൻ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഫ്രണ്ട്സൊക്കെ അച്ചാറിട്ടപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഏട്ടൻ പറഞ്ഞു ഞാൻ അച്ചാർ ഇടുന്നുണ്ട്. ഏട്ടൻ്റെ തന്നെ പ്രിപ്പറേഷനാണ് കേട്ടോ. പിന്നെ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അതുപോലെ കറിവേപ്പില ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഏട്ടൻ പോകുമ്പോൾ അധികം അങ്ങനെ സാധനങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ വലിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. അത് ജസ്റ്റ് ചിപ്സ്, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയും, വെളിച്ചെണ്ണ അത് ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കും. അപ്പം അച്ചാർ അങ്ങനെ വല്ലപ്പോഴേ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എന്ത് എന്തായാലും ഇടുന്നല്ലേ, അപ്പോൾ കൊണ്ടുപോകാമെന്നുള്ള ഐഡിയയിൽ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടിയിട്ട് ഇടുന്നതാണ്. പിന്നെ അതിൽ വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയില്ലേ, നല്ലെണ്ണയിൽ തന്നെയാണ് അത് ഫ്രൈ ചെയ്ത് എടുത്തത്. അപ്പോൾ അതിൽ തന്നെയാണ് പിന്നെ ഞങ്ങളത് ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പം അതങ്ങനെ എല്ലാം ഉലുവ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എടുത്തപ്പം ജസ്റ്റ് ഒന്ന് ഇടുന്നേ ഉള്ളൂ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എന്തായാലും. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു കഷ്ണങ്ങൾ, അതിൻ്റെ ചൂരയുടെ കഷ്ണങ്ങൾ കുറച്ചുകൂടി ചെറുതാക്കി അരിയണം എന്ന്, ചെറുതാക്കി നല്ലതായിരുന്നു പറഞ്ഞു. അവർ അച്ചാറിന് വേണ്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ അങ്ങനെ തന്നെ ഇഷ്ടം, വലിയ പീസായിട്ട് ഇഷ്ടം, ചെറിയ പീസ് ഇഷ്ടമല്ല, അങ്ങനെ ചിലപ്പോൾ അടിഞ്ഞു പോയാലോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ വലിയ പീസാക്കി എടുത്തത്. പിന്നെ ഞാൻ വെച്ച് ഏട്ടൻ്റെ തന്നെ കഴിക്കാം, എനിക്ക് വലിയ അത്ര താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഇഷ്ടത്തിനല്ലേ അങ്ങനെ ഇതിൽ പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എല്ലാം റെഡിയാക്കി അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇത് എല്ലാവർക്കും കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ഇതിപ്പം എല്ലാം കൂടി ഇട്ട് ഇനിയിപ്പം പീസ് മാത്രമേ ഉള്ളൂ. പീസ് ഇട്ടിട്ട് ഇത് കറിവേപ്പിലിട്ടു. പീസ് ഇട്ടതിന് ശേഷമാണ് വിനാഗിരി ഒഴിക്കുന്നത്. എന്തായാലും ഇത് ഓൾമോസ്റ്റ് നിൽക്കും. പിന്നെ അവിടെ തണുപ്പായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റായി നിൽക്കും. കുറച്ച് ദിവസത്തേക്ക് ഏട്ടന് കഴിക്കാനുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ പണ്ടൊക്കെ ഇത് അച്ചാർ കൊണ്ടുപോയാൽ ആകെ 2 ദിവസത്തേക്ക് കൊണ്ട് തന്നെ തീരും. അവരാരെങ്കിലും കണ്ടാൽ പിന്നെ പറയണ്ട, എല്ലാവരും കൂടി എടുത്തിട്ട് അങ്ങ് തീർക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതാ അച്ചാർ ഓൾമോസ്റ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇനി സെറ്റായതിന് ശേഷം ഇത് തണുത്തതിന് ശേഷമാണ് പിന്നെ കുപ്പിയിലാക്കി നല്ലോണം പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയത്. അപ്പം ഇതിനെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടെന്നായിരുന്നു അവിടെ നിന്ന് പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.